ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിന്ന് ധ്യാനിക്കുന്ന, ചിന്തിക്കുന്ന തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 33-ാം വാക്യമാണ്. നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരപ്പെടും. കർത്താവ് ഇത് സംസാരിക്കുന്നത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ്. ശിഷ്യന്മാരോട് എന്നതുപോലെ കർത്താവ് സംസാരിക്കുകയാണ്. ലൂക്കാ സുവിശേഷകൻ ദൈവപരിപാലനയെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായി സുവിശേഷകനും ദൈവപരിപാലനയെക്കുറിച്ചും ദൈവാശ്രയത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിലും അതുപോലെ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങളിലും നമ്മൾ കാണുന്നത് ദൈവപരിപാലനയെക്കുറിച്ചാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലന നമുക്ക് ലഭിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവം നമ്മളെ സംരക്ഷിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ചെയ്യേണ്ട കാര്യം മറ്റൊന്നുമല്ല, ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക എന്നതാണ്. എന്തു ഭക്ഷിക്കും, എന്തു ധരിക്കും, എന്തു കുടിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട. ഒരു വിരോധാഭാസമുള്ളത് ദൈവം ഉത്കണ്ഠപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് മനുഷ്യൻ്റെ ഉത്കണ്ഠ മുഴുവനും. നിങ്ങൾക്ക് എല്ലാം ആവശ്യമാണെന്ന് സ്വർഗീയ പിതാവ് അറിയുന്നു. ഈശോ ഈ പ്രബോധനം നമുക്ക് നൽകുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ ഒരപ്പനുണ്ട് എന്നും സ്വർഗത്തിൽ നമുക്കൊരു പിതാവുണ്ടെന്നും ആ പിതാവ് നമ്മുടെ എല്ലാവരുടെയും കാര്യം നിറവേറ്റി തരും എന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ്. ആകാശത്തിലെ പക്ഷികൾ, വയലിലെ ലില്ലികൾ, അവയൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം അവയെ തീറ്റിപ്പോറ്റുന്നില്ലേ? അതുപോലെ ഞാൻ നിങ്ങളെ തീറ്റിപ്പോറ്റും, അതിനേക്കാൾ ശ്രേഷ്ഠമായ വിധത്തിൽ ഞാൻ നിങ്ങളെ തീറ്റിപ്പോറ്റും എന്ന് കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ട. ഉത്കണ്ഠപ്പെട്ടതുകൊണ്ട് ആയുസ്സിൻ്റെ ഒരു മുഴമെങ്കിലും നിങ്ങളിൽ ആർക്കെങ്കിലും നീക്കാൻ കഴിയുമോ? ആർക്കും ഒരു മുഴം പോലും നീട്ടാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത്? എന്തിനാണ് വെറുതെ ഭാരപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നത്, പ്രയാസപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നത്? നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ടല്ലോ, വിശ്വസിക്കാൻ ഒരു ദൈവമുണ്ടല്ലോ, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ആ ദൈവമാണ് പറയുന്നത്, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരും എന്ന്. നിങ്ങൾക്ക് വീട് വേണോ, വണ്ടി വേണോ, ജോലി വേണോ, വസ്തു വേണോ, എന്തു വേണം, എല്ലാം ദൈവം തരും. സ്വർഗമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് തരും. സമാധാനമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് തരും. എല്ലാം ചേർത്ത് തരും ദൈവരാജ്യം അന്വേഷിച്ചു കഴിഞ്ഞാൽ. ദൈവരാജ്യം മാത്രം അന്വേഷിച്ചാൽ മതി, ബാക്കി തനിയെ വന്ന് ചേരുന്നതാണെന്ന് തമ്പുരാൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്തും ദൈവം നമുക്ക് തരാനായിട്ട് തയ്യാറാണ്. ഞാൻ ഓർക്കുകയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം ആശ്രമത്തിൽ ഞാൻ താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടം, ഒരപ്പച്ചൻ സംസാരിക്കാൻ വന്നിട്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ മകൻ വീട് വിട്ടുപോയിട്ട് 14 ദിവസമായി, എവിടെ പോയെന്നറിയാൻ പാടില്ല, പോലീസിൽ വരെ പരാതി കൊടുത്തു, എന്നിട്ടും എവിടെയാണെന്നറിയില്ല. ഞാൻ അന്വേഷിച്ച് മടുത്തു. അങ്ങനെ ഞാൻ അന്വേഷിച്ച് പോകുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നേരെ കോട്ടയം ആശ്രമത്തിലേക്ക് പോവുക, നിങ്ങളുടെ കുഞ്ഞ് എവിടെയാണെന്ന് അവർ പറയും. അങ്ങനെ അവർ അന്വേഷിച്ച് കോട്ടയം ആശ്രമത്തിലെത്തി. ഞാൻ വൈകുന്നേരം നടക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ മനുഷ്യൻ എന്നെ കണ്ടിട്ട് എന്നോടിങ്ങനെ പറഞ്ഞു, എൻ്റെ മകനെ അന്വേഷിച്ച് ഞാൻ വന്നതാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി. ബൈബിളിൽ സാമുവേലിൻ്റെ പുസ്തകത്തിൽ
നാം ഇങ്ങനെ ഒരു സംഭവം വായിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ആടിനെ അന്വേഷിച്ച് കിഷിൻ്റെ മകനായ സാവൂള് അന്വേഷിച്ച് ഇറങ്ങി സാമുവേൽ പ്രവാചകൻ്റെ അടുക്കൽ എത്തുന്നത്. അങ്ങനെ സാമുവേൽ പ്രവാചകൻ്റെ അടുത്തെത്തി സാമുവേൽ പ്രവാചകൻ പറയുന്നുണ്ട്, നീ കഴുതയുടെ കാര്യം മറന്നേക്കുക, ദൈവം നിന്നെ രാജാവാക്കാൻ പോവുകയാണ്. അപ്പോൾ സാവൂള് പറഞ്ഞു, അപ്പോൾ കഴുതയുടെ കാര്യം? നീ കഴുതയുടെ കാര്യം മറന്നേക്കൂ. സാവൂള് ചിന്തിക്കണ്ടേ, രാജാവായി മാറിയാൽ രാജ്യത്തുള്ള മുഴുവനും കഴുതയും തൻ്റേതാണെന്ന്? അങ്ങനെയല്ല സാവൂള് ചിന്തിക്കുന്നത്. എനിക്ക് ആ കഴുതയൊന്ന് കിട്ടിയാൽ മതി. അപ്പോൾ സാമുവേൽ പറയുകയാ, നീ ഭക്ഷണത്തിനിരിക്കുക, വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കി വരാൻ പോകുന്ന രാജാവിന് കൊടുക്കുകയാണ്. ആ ഭക്ഷണം കണ്ടിട്ട് രാജാവിന് കഴിക്കാനായിട്ട് പറ്റുന്നില്ല. രാജാവായി മാറേണ്ട സാവൂളിന് അത് കഴിക്കാനേ പറ്റുന്നില്ല. പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? തലയ്ക്കകത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയ കഴുതയെക്കുറിച്ചുള്ള ചിന്തയാണ്. നഷ്ടപ്പെട്ടു പോയ കഴുതകളെക്കുറിച്ചുള്ള ചിന്തയാണ് തല മുഴുവനും കിടക്കുന്നത്. നഷ്ടപ്പെട്ടു പോയതിൻ്റെ ചിന്ത കൊണ്ട് ആഹാരം കഴിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, കഴുതയുടെ കാര്യം മറന്നേക്കൂ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു, നീ താഴേക്ക് ഇറങ്ങിച്ചെല്ലുക. താഴെ ഒരു പ്രവാചക ഗണം കാണും, അവരോട് കൂടെ ചേരുക. അങ്ങനെ അവരോട് കൂടെ ചേരാനായിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, കഴുതയുടെ കാര്യം ഇനി അന്വേഷിച്ച് നടക്കേണ്ട, കഴുതകളെല്ലാം വീട്ടിൽ എത്തിയിട്ടുണ്ട്. സാവൂള് ആ പ്രവാചക ഗണത്തോട് ചേർന്നതേ, ദൈവത്തിൻ്റെ വാക്കനുസരിച്ചതേ, നഷ്ടപ്പെട്ടു പോയ കഴുതകൾ തന്നെ വീട്ടിലെത്തുകയാണ്. മാത്രമല്ല, ആ പ്രവാചക ഗണങ്ങളോട് ചേർന്ന് കഴിഞ്ഞ അതേ സമയത്ത് സാവൂള് അവരോട് ചേർന്ന് പ്രവചിക്കാനായിട്ട് തുടങ്ങി. പ്രവചിക്കാൻ പറ്റുന്ന ഒരഭിഷേകത്തിലേക്ക് സാവൂള് എത്തുകയാണ്. ഈ പിതാവ് തൻ്റെ മകനെ നഷ്ടപ്പെട്ട് ഈ പോട്ടയാശ്രമത്തിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ദൈവം ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വന്നതാണ് എന്ന ഒരു ശക്തമായ ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി. അപ്പോൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക. റോമർ 14:17 ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണമോ പാനീയമോ അല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രയും. പരിശുദ്ധാത്മാവ് നിറഞ്ഞുള്ള ജീവിതമാണ് ദൈവരാജ്യ അനുഭവ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആദ്യം അന്വേഷിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. ദൈവം സ്വർഗത്തിലിരുന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, തന്നെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ നമുക്ക് ഉറപ്പ് നൽകുകയാണ്, ദൈവം സ്വർഗത്തിലിരുന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, തന്നെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്നാണ് ദൈവത്തിൻ്റെ നോട്ടം. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ആരെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മുടെ കാര്യം അന്വേഷിക്കും, ദൈവം നമ്മുടെ കാര്യം നോക്കും, നമ്മുടെ കാര്യത്തിൽ അവിടത്തേക്ക് ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് അവൻ ശ്രദ്ധിക്കുക തന്നെ ചെയ്യും. എന്തായാലും പ്രിയപ്പെട്ടവരെ, അദ്ദേഹം വന്നിട്ട് എന്നോട് ചോദിച്ച ചോദ്യം, പോട്ടെ ആശ്രമത്തിൽ വെച്ച് കുഞ്ഞിനെ കാണാത്ത അപ്പൻ്റെ ചോദ്യം, ഈ ധ്യാനമന്ദിരത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള അച്ഛൻ ഏതാണ് എന്നാണ്. ഏറ്റവും കൂടുതൽ ശക്തിയുള്ള അച്ഛൻ ഏതാണ്? ഇദ്ദേഹം അന്വേഷിച്ച് നടക്കുന്നത് ഏത് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചാൽ എൻ്റെ മകൻ എവിടെയാണെന്ന് പറയും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഈ ആശ്രമത്തിൽ കയറിയിരുന്ന് ഒരു 10 മിനിറ്റ് നേരം പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ മകനിൽ നിറയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ കൊച്ചിൻ്റെ കാര്യം, ശക്തിയുള്ള അച്ഛനെ കാണുന്ന കാര്യം, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഇപ്പോൾ പള്ളിക്കകത്ത് കയറിയിരുന്ന് ഒരു 10 മിനിറ്റ് നേരം പരിശുദ്ധാത്മാവേ എൻ്റെ കുഞ്ഞിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്കൊരു ഉറപ്പുണ്ട്, ദൈവരാജ്യം അന്വേഷിച്ചാൽ, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാകുമെന്ന് നല്ല ഉറപ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്തായാലും പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പള്ളിക്കകത്തേക്ക് കയറി 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ കയറിയ ആൾ 20 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നില്ല. ഏതാണ്ട് 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്നു. എൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, ഞാനൊരു അച്ഛനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമുക്ക് ആ അച്ഛനോട് സംസാരിക്കാം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഓ എനിക്കിനി അച്ഛനെയൊന്നും കാണണ്ട, ഞാൻ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ കൊച്ചിൻ്റെ കാര്യമൊക്കെ കർത്താവ് നോക്കിക്കൊള്ളുമെന്ന്. കൊച്ചിൻ്റെ കാര്യമൊക്കെ കർത്താവ് നോക്കിക്കോളും.
കൊച്ചിൻ്റെ കാര്യം എന്താണ് എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് വചനം പ്രസംഗിക്കുന്ന ഒരു വേദിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, ആശ്രമത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ കാഴ്ചപ്പാട് മാറുകയാണ്. അദ്ദേഹം നേരെ വീട്ടിലോട്ട് പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെയും, ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ പിന്നെയും ചെന്നു. സഹോദര, എന്താ സംഭവിച്ചതെന്ന് പറ, എന്നിട്ട് പോയാൽ മതി. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, എന്നോട് പറഞ്ഞില്ലേ 10 മിനിറ്റ് നേരം പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ എൻ്റെ കൊച്ചിനെ കിട്ടാനുള്ള തീവ്രമായ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ പള്ളിക്കകത്തിരുന്ന് 10 മിനിറ്റ് നേരം പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ കുഞ്ഞിൽ നിറയണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചത്. 10 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി. അപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ കുഞ്ഞിൽ വന്ന് നിറയണമേ എന്ന്. അങ്ങനെ 20 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാവുകയാണ്. എൻ്റെ മകനെ കാണാതെ 14 ദിവസമായി ഞാൻ അലഞ്ഞു നടക്കുകയാണ്. മകനെ കാണാത്തതിൽ എത്ര വലിയ സങ്കടവും ഭാരവുമാണ് എൻ്റെ ഉള്ളിലുള്ളത്. ഞാൻ ആ പള്ളിക്കകത്ത് മുട്ടുകുത്തി പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തു, എൻ്റെ കുഞ്ഞിനെ കാണാതെ ഇത്രമാത്രം സങ്കടം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, അദ്ദേഹം പറയുകയാണ്, ഞാൻ മദ്യപിക്കുന്ന വ്യക്തിയാണ്, പുകവലിക്കുന്ന വ്യക്തിയാണ്, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഞാൻ നഷ്ടപ്പെട്ടവനാണ്, ദൈവം എന്നെ അന്വേഷിക്കുന്നില്ലേ? ഞാൻ എൻ്റെ കൊച്ചിനെ ഓർത്ത് ഭാരപ്പെടുന്നുവെങ്കിൽ ദൈവം എന്നെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇനി ദൈവത്തിനായി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ മദ്യപാനം നിർത്താൻ തീരുമാനമെടുത്തു, പുകവലിശാല ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു. കാരണം ദൈവത്തിന് ഞാൻ നഷ്ടപ്പെട്ടവനായതുകൊണ്ട്. അദ്ദേഹം വീട്ടിൽ പോയി. പ്രിയരെ, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പോട്ടെ ആശ്രമത്തിലേക്ക് വന്നു. അദ്ദേഹം തന്നെയല്ല വന്നത്, കാണാതെ പോയ 14 വയസ്സ് പ്രായമുള്ള മകൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോട്ടെ ആശ്രമത്തിലേക്ക് കയറി വന്നത്. ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരപ്പെടും. ഞങ്ങൾ 4 മക്കളാണ്. ഞാൻ മൂത്തയാൾ, ഇളയത് 3 അനിയന്മാരാണ്. എൻ്റെ നേരെ ഇളയ അനുജൻ ഞാൻ നവീകരണത്തിലേക്ക് വരുന്നതിൻ്റെ, അല്ലെ ഞാൻ കർത്താവിനെ അറിയാൻ പോട്ടെ വന്ന് ധ്യാനം കൂടാൻ ഇടയാകുന്നതിന് 2 വർഷം മുമ്പ് അനുജൻ നാടും വീടും വിട്ടുപോയി. കുടുംബത്തിലൊരു സമാധാനം ഉണ്ടാകണം, സന്തോഷം ഉണ്ടാകണം, ഐശ്വര്യം ഉണ്ടാകണം, അഭിവൃദ്ധി ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് അവൻ നാട് വിട്ടുപോയത്. കുറച്ച് പണമുണ്ടാക്കി തിരിച്ചു വരാം എന്ന് പറഞ്ഞ് അവൻ യാത്ര ചെയ്തതാണ്. അങ്ങനെ അവൻ പോയി 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോട്ടെ വരാനും ധ്യാനത്തിൽ പങ്കെടുക്കാനും എൻ്റെ ജീവിതം മാറി, എൻ്റെ അനുജന്മാരുടെ ജീവിതം മാറി, എൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറി, എൻ്റെ നാടിൻ്റെ അന്തരീക്ഷം മാറി. കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. 10 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ അനുജൻ വരുന്നില്ല. ഒരു ദിവസം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ അനുജന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവേ, എൻ്റെ അനുജൻ എവിടെയാണെങ്കിലും തിരിച്ചു വരാൻ ഇടയാക്കണമേ. പരിശുദ്ധാത്മാവേ, നീ സഹായിക്കണമേ. യോഹന്നാൻ്റെ 14:16 പരിശുദ്ധാത്മാവ് സഹായകനാണ് എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? കാണാതെ പോയ എൻ്റെ അനുജൻ 10 വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ 2 പിള്ളേരെയുമായി, കൈക്കുഞ്ഞുങ്ങൾ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. ഇവർ നാട് വിട്ട് പോയ അവസരത്തിൽ പോയ വഴിക്ക് കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരായി. അങ്ങനെ ഇളയ 2 കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് അവൻ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലെത്തിയ കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ അവൻ പറയുകയാണ്, 2-3 ദിവസമായി കുടുംബത്തിൽ വലിയ പ്രശ്നം, മരിക്കണമെന്നൊരു തോന്നൽ, എന്നാൽ വീട്ടിൽ കൊണ്ടുവന്ന് പിള്ളേരെ ഏൽപ്പിച്ചിട്ട് മരിക്കാം എന്ന് കരുതിയാണ് ഞാൻ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെയുമായി ഇറങ്ങിയത്. അവനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അകലങ്ങളിലായിരുന്ന അവന് അവിടെ അസ്വസ്ഥതയുണ്ടാവുകയും അവൻ കുഞ്ഞുങ്ങളെയുമായി തിരിച്ചു വരികയും ചെയ്യുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെ അന്തരീക്ഷമൊക്കെ മാറിയിരിക്കുന്നു. പ്രാർത്ഥിക്കാനായിട്ട് ആളുകൾ വരുന്നു. അവനും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അവൻ ഭാര്യയുമായിട്ട് പിണങ്ങിപ്പോന്നതായിരുന്നു. ഞാൻ അവനോട് സംസാരിച്ചു. അവൻ തിരിച്ചു പോകാമെന്ന് സമ്മതിച്ചു. ഇപ്പോൾ വയനാട്ടിൽ ഒരു സ്ഥലത്ത് അവനും ഭാര്യയും മക്കളും കൂടെ താമസിക്കുന്നു. ഇപ്പോൾ അവൻ ഗൾഫിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് തരപ്പെടും. ദൈവരാജ്യം അന്വേഷിക്കുന്ന വ്യക്തിക്ക് എല്ലാം ലഭിക്കുകയാണ്. എല്ലാം ആ വ്യക്തിക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏത് സാഹചര്യത്തിലും
നാം ദൈവരാജ്യം അന്വേഷിക്കാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകണം. അങ്ങനെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വഴിയായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകുന്നത്. ആദ്യം നിങ്ങൾ ദൈവരാജ്യം, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരപ്പെടും. അനേകം വ്യക്തികൾ ദൈവാനുഗ്രഹം പ്രാപിച്ച് കൃപയിലും വിശുദ്ധിയിലും വളരുന്ന കാലഘട്ടമാണ്. ദൈവമാണ് എല്ലാ മനുഷ്യനും അനുഗ്രഹം നൽകുന്നത്, മനുഷ്യരാരുമല്ല. മനുഷ്യർക്കാർക്കും മനുഷ്യന് എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്താനായിട്ട് പറ്റുകയില്ല. പക്ഷെ ദൈവം തന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് സന്തോഷമാണ്. ദൈവം തന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവരാജ്യം അന്വേഷിക്കൂ. ബാക്കി ദൈവം തരും, ബാക്കി ദൈവം കൊണ്ടുവന്ന് തരും. ദൈവത്തിന് തരാതിരിക്കാനായിട്ട് പറ്റുകയില്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു സഹോദരി വാവിട്ട് കരയുകയാണ്. കരഞ്ഞുകൊണ്ട് ആ സഹോദരി പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ബ്രദറെ, എനിക്ക് എൻ്റെ ഭർത്താവിനെ തരണം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് ധ്യാനിക്കാൻ വന്നിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരിച്ചു തരണം. എന്താ നിങ്ങളിങ്ങനെ പറയുന്നത്? എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഭർത്താവ് ഇവിടെ ധ്യാനിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരു സ്ത്രീയുണ്ട്. 4 വർഷമായി ആ സ്ത്രീയുമായി എൻ്റെ ഭർത്താവിന് പാപബന്ധമാണ്. എനിക്കെൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടണം. എനിക്ക് ആ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ആ ഭർത്താവിനെയും ആ ഭർത്താവ് സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ സഹോദരിയെയും ഞാൻ വിളിച്ചു. പ്രിയപ്പെട്ടവരെ, അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. രണ്ടുപേർക്കും, ഒരാൾക്ക് ഭാര്യയും ഒരാൾക്ക് ഭർത്താവും ഉള്ളതാണല്ലോ. രണ്ടുപേർക്കും പിള്ളേരുമുണ്ട്. എന്നിട്ടും രണ്ടുപേരും സ്നേഹിച്ച് ജീവിക്കുകയാണെന്നാണ് പറയുന്നത്. അവർക്ക് പിരിയാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുക. ഈ ഭർത്താവ് പറയുന്നു, ഞാൻ ഇവളുടെ കൂടെ കൂടിയതല്ല, ഇവൾ എന്നോട് സ്നേഹം കാണിച്ച് ഞാൻ കൂട്ടത്തിൽ കൂടിയിട്ട് ഇവൾ പറഞ്ഞതെല്ലാം ഞാൻ ഇവൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ പണം ഞാൻ ഇവൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി അവൾ വിട്ടുപോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഭാര്യ ഉണ്ടായിരിക്കെ മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കാനായിട്ട് തയ്യാറാകുന്നത്? അവളെയും കൊണ്ടൊരു കാര്യമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവളിൽ നിന്ന് ലഭിക്കാത്തത് വേറൊരു വ്യക്തിയിൽ നിന്ന് ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം തരും. ദൈവം തരും. നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായതുകൊണ്ട് എവിടെയാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് എന്ന് കരുതി നിങ്ങൾ അന്വേഷിക്കുകയാണ്, അലയുകയാണ്. നിങ്ങൾ എവിടെയാണ് അലയുന്നത്? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുഞ്ഞും നിങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്നില്ലേ? കരയുകയല്ലേ അവരവിടെ നിന്നുകൊണ്ട്? ആ സ്ത്രീയുടെ കണ്ണീര് കാണാനായിട്ട് നിനക്ക് കഴിയുന്നില്ലേ? ഞാൻ ആ സ്ത്രീയോട് സംസാരിച്ചു. ഏത് സ്ത്രീയോട്? ഇയാൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന സ്ത്രീയോട്. ആ സ്ത്രീ എന്നോട് പറയുകയാണ്, എൻ്റെ ബ്രദറെ, എനിക്കൊന്ന് വിട്ട് കിട്ടിയാൽ മതി, എനിക്കൊന്ന് മാറിപ്പോയാൽ മതി. അപ്പോഴാ ഭർത്താവ് പറയുക, ഭർത്താവ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന പാർട്ടി പറയുകയാണ്, ഇവൾ മാറിപ്പോകും എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും അവൾ തിരിച്ചു വരികയാണ്, പിന്നെയും ഞാൻ വീണു പോവുകയാണ്. അതുകൊണ്ട് എനിക്കും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ഒറ്റ കാര്യം മാത്രം, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ. രണ്ടുപേരും ഒരു ദിവസം മുഴുവനായിട്ട് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എന്ന്. ഒടുവിൽ അവർ രണ്ടുപേരും വന്ന് ധ്യാനത്തിന് മുമ്പ് എന്നോട് ഒരു കാര്യം പറഞ്ഞു, എൻ്റെ ബ്രദറെ, എനിക്കിപ്പോൾ ആ ബന്ധം വേണ്ട. ആ ഭർത്താവ് പറഞ്ഞു, എനിക്ക് ദൈവം തന്ന ഭാര്യയെ മാത്രം മതി. മറ്റേ സ്ത്രീ പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചോളാം. ഭർത്താവ് വേറെയൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. ആ 2 കുഞ്ഞുങ്ങളും ഭർത്താവിൻ്റെ കൂടെയാണ്. ഞാൻ എപ്പോൾ മാനസാന്തരപ്പെട്ട് ചെന്നാലും ഭർത്താവ് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിനി ഈ മനുഷ്യൻ്റെ കൂടെ ജീവിതം വേണ്ട, എനിക്കെൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചാൽ മതിയെന്ന് ആ സഹോദരിയും പറഞ്ഞു. ദൈവരാജ്യം അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ, പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, അവരുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാവുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരപ്പെടും. എന്തു വേണം നിങ്ങൾക്ക്? എന്തും ദൈവം തരും. എന്തും തരാനായിട്ട് ദൈവം തയ്യാറാണ്. പക്ഷേ ദൈവം പറഞ്ഞ ഒരു കണ്ടീഷനുണ്ട്, ആദ്യം നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കണം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് തീറ്റയും കൂടിയല്ല, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് എന്ന്. അങ്ങനെ സന്തോഷിക്കാൻ തന്നെയാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4:4 നാം ഇങ്ങനെ വായിക്കും, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു,
നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. നമ്മൾ സന്തോഷിക്കേണ്ടത് ദൈവത്തിലാണ്. നമ്മൾ സന്തോഷിക്കേണ്ടത് പരിശുദ്ധാത്മാവിലാണ്. നമ്മൾ സന്തോഷിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. നമ്മൾ സന്തോഷിക്കേണ്ടത് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണ്. നമ്മൾ സന്തോഷിക്കേണ്ടത് കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴാണ്. നമ്മൾ സന്തോഷിക്കേണ്ടത് ദൈവവചനത്തിന് വേണ്ടി നിലകൊള്ളുമ്പോഴാണ്. അങ്ങനെ സന്തോഷിക്കുക. പാപത്തിൽ നിങ്ങൾ സന്തോഷിക്കരുത്. പാപത്തിൻ്റെ സന്തോഷത്തിൻ്റെ പിന്നാലെ പോകരുത്. പാപത്തിൻ്റെ സുഖം ഒരിക്കൽ ആസ്വദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാപത്തിൽ നിന്ന് വിട്ടുപോരാൻ സാത്താൻ സമ്മതിക്കുകയില്ല. എത്ര ശ്രമിച്ചാലും നമുക്ക് തിരിച്ചു പോരാനായിട്ട് പറ്റുകയില്ല. ആ പാപത്തോട് ഒരു പ്രത്യേകമായ വിധത്തിൽ ഒരടുപ്പം നമ്മുടെ ഉള്ളിലുണ്ടാവുകയാണ്. നമ്മൾ പാപം ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചാലും ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. അതൊരു ബന്ധനാവസ്ഥയാണത്. ഒരു ബന്ധനാവസ്ഥയാണ്. ഈ ബന്ധനത്തിൽ പെട്ടുപോയാൽ തിരിച്ചു വരാൻ വലിയ ബുദ്ധിമുട്ടാണ് പ്രിയരെ. പിന്നെ പാപമെല്ലാം ഏറ്റുപറഞ്ഞ് അടുക്കലടുക്കൽ കുമ്പസാരിച്ച് വചനം വായിച്ച് അങ്ങനെയേ നമുക്ക് ഈ മേഖലയിൽ രക്ഷപ്പെടാനായിട്ട് പറ്റുകയുള്ളൂ. അതേറെ അധ്വാനം ആവശ്യമാണ്. അല്ലാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുകയില്ല. വീണ് പോയിട്ടുണ്ടോ തകർന്നു പോയി എന്ന് കൂട്ടുക. അതുകൊണ്ട് വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു തിന്മയിലും പാപത്തിലും വീഴാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് പാപത്തിൽ നാം വീഴുന്നോ അവിടുന്ന് തിരിച്ചു പോരാൻ സാത്താൻ സമ്മതിക്കുകയില്ല. ഈ പാപത്തിൽ വീണു കഴിഞ്ഞാൽ ആ പാപത്തിൽ നമ്മളെ ഇട്ട് അങ്ങനെ കൊണ്ടുപോയി നമ്മളെ നശിപ്പിക്കുക എന്നതാണ് സാത്താൻ്റെ പരിപാടി. പാപം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും പാപമാണെന്ന് മനസ്സിലാകുന്നില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം. അയാൾക്കത് മനസ്സിലാകുന്നില്ല പാപമാണെന്ന്. മറ്റുള്ളവർക്കെല്ലാം മനസ്സിലാകും അത് പാപമാണ്. മറ്റുള്ളവർക്കെല്ലാം മനസ്സിലാകും അത് തെറ്റാണെന്ന്. പക്ഷേ ഈ പാപം ചെയ്യുന്ന വ്യക്തിക്ക് മാത്രം അത് മനസ്സിലാകുകയില്ല. അയാൾക്ക് മാത്രം അത് മനസ്സിലാകുകയില്ല. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒരു തെറ്റായ സ്നേഹബന്ധത്തിൽപ്പെടുന്നു, അത് ശരിയല്ല, മക്കളെ അത് വേണ്ട എന്ന് എത്ര കാരണന്മാർ പറഞ്ഞാലും മറ്റുള്ളവർ പറഞ്ഞാലും ബന്ധുക്കൾ പറഞ്ഞാലും അതൊന്നും ശരിയാണെന്ന് ഇവർക്ക് മനസ്സിലാകുകയില്ല. കാരണം സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അവസാനം സാത്താൻ പറ്റിച്ച് അവർ വീട്ടിൽ നിന്ന് ചാടിപ്പോയി എവിടെയെങ്കിലും പോയി താമസിച്ച് അവസാനം രജിസ്റ്റർ ചെയ്ത് പിന്നെ വീട്ടുകാരൊക്കെ ഏതായാലും നടത്തി കൊടുത്തേക്കാം എന്ന് കരുതി പള്ളി വെച്ച് കല്യാണം നടത്തുന്നു. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ യാതൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയില്ല. കാരണം ദൈവരാജ്യം അന്വേഷിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായ ജീവിതം നയിക്കാൻ പോലും പറ്റുകയില്ല. അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്ന ഒരു സന്ദേശം ഇതാണ്: നിങ്ങളാദ്യം ദൈവരാജ്യം അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരപ്പെടും. എല്ലാം ദൈവം തരും. ഒരു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഉള്ളിൽ 100 ആവശ്യങ്ങളില്ലേ? എല്ലാ ആവശ്യങ്ങളിലേക്കും കടന്നു വരുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്നവനാണ് അവിടുന്ന്. ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമായത് എല്ലാം നൽകും. എല്ലാം തരുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ആ ദൈവത്തോടാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവരാജ്യം അന്വേഷിക്കൂ. ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് തരും. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് തീറ്റയും കുടിയല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. നിങ്ങളുടെ ഭർത്താവ് മദ്യപിക്കുന്ന വ്യക്തിയാണോ? പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പുകവലിക്കുന്ന വ്യക്തിയാണോ? പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങൾക്കെതിരായി പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണോ? പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ആത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാം സമാധാനത്തോടെ മുന്നോട്ട് പോകും. സമാധാനത്തിൽ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് കൃപയിലും വിശുദ്ധിയിലും ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളും കൃപ സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വഴി നമ്മളും അനുഗ്രഹിക്കപ്പെടുന്നു, മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകും, ഒരർത്ഥ തലങ്ങളുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് മുന്നോട്ട് പോകാം, പ്രാർത്ഥിച്ച് വളരാം, അഭിഷേകത്തിൽ വളരാം, കൃപയിൽ വളരാം. അതിന് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർത്ത് തരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുന്നു, ബാക്കിയെല്ലാം ഞങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ അന്വേഷണത്തിൽ എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിലും വിശുദ്ധിയിലും അഭിഷേകത്തിലും വളരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.